ഹായ് ഗൈസ്, ഈ വെയിലത്തിറന്നുള്ള ഓട്ടവും എന്താണ് മുഖത്ത് സ്കിൻ കെയർ ഒന്നും നോക്കാത്തതും കൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് നന്നായിട്ട് ടാൻ അടിച്ച്, അത് മാത്രമല്ല നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്നിട്ട് ഫേസ് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു നല്ലൊരു മാസ്ക്, ഒരു ഫേസ് മാസ്ക്, നല്ല പീൽ ചെയ്യാൻ പറ്റിയൊരു ഫേസ് മാസ്കോ അല്ലെങ്കിൽ സ്ക്രബ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ പീൽ ഓഫ് മാസ്ക് ഞാൻ മേടിക്കുന്നത്. ഞാൻ ഓൾറെഡി മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഈ ചാർക്കോളിൻ്റെ പീൽ ഓഫ് മാസ്ക് ഞാൻ മേടിച്ച സമയത്ത് കിടിലും പ്രോഡക്റ്റ് നന്നായിട്ട് ഈസി ആയിട്ട് ഇളയി വരെയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ഷോപ്പിൽ ചെന്ന് സാധനം മേടിക്കുന്നത്. ഒരു ചെറിയ പാക്കറ്റാണ് ഞാൻ മേടിച്ചത്, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് മേടിച്ചതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ അത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ചാർക്കോളിനൊരു ഫേസ് മാസ്ക് അല്ലല്ലോ ഇത് പീൽ ചെയ്യാൻ പറ്റിയ പീൽ ചെയ്യാൻ പറ്റിയൊരു സാധനം മേടിച്ചു. അപ്പം ഞാനത് പൊട്ടിച്ചപ്പം തന്നെ എനിക്ക് മനസ്സിലായി കട്ട ഫ്ലോപ്പാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്ത് അവതരിപ്പിച്ചാലും കട്ട ഫ്ലോപ്പായിട്ടാണ് വരുന്നത്. അതുപോലൊരു ഫ്ലോപ്പായിപ്പോയത്. കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പശയില്ലേ, നമ്മളെ നല്ല പശ, അല്ലെങ്കിൽ ഈ നമ്മളെ ജാക്ക് ഫ്രൂട്ടില്ലേ, ചക്കയിലൊക്കെ അരക്ക് പോലെ ഇങ്ങനെ ഒട്ടി വരണം, അങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു. പക്ക പനലായിരുന്നു. ഈ കടയിലൊക്കെ കിട്ടുന്നത് കുറേ നാളവർ വെച്ച, പക്ഷേ ഞാൻ ഡേറ്റൊക്കെ നോക്കിയിട്ടാണ് എടുത്തതും. പക്ഷേ എന്തോ എനിക്കത് ഫ്ലോപ്പായിട്ട് വന്നു. ഓക്കെ, എന്നിരുന്നാലും എനിവേ പൊയ്ക്കോട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വർക്കൗട്ടായി. നല്ലതായിട്ടുള്ള ടാനും കാര്യങ്ങളൊക്കെ മാറി. ടാൻ മാത്രമല്ല, കുഞ്ഞു വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയി വന്നു. പക്ഷേ ഏറ്റവും വലിയൊരു പണിയെന്ന് വെച്ചാൽ, ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസൊക്കെ കണ്ടായിരുന്നു, ഇങ്ങനെ ഫേസ് മാസ്ക് ഊരിയെടുക്കാൻ പെടുന്ന പാട്. ആ സെയിം സംഭവം എനിക്കുണ്ടായി. അതായത് ഈ മാസ്ക് ഇട്ടിട്ട് നല്ല പട്ടിഷോക്ക് ഞാൻ കാണിച്ചു, ഇപ്പോൾ ഊരാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കട്ട ഫ്ലോപ്പായിപ്പോയി. സംഭവം യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നത്. പക്ഷേ ഇളക്കാൻ സമയത്ത് നമ്മളെ തൊലിയൊക്കെ കൂടി അങ്ങോട്ട് വലിഞ്ഞ് മുറിവിങ്ങി ഇളകി വരുന്നൊരു ഫീലായി എനിക്ക് തോന്നി. കാരണം അത്രയും ടൈറ്റായി സാധനം. കിട്ടില്ല, മൃഗങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും പ്രോഡക്റ്റ് കിടില്ല. പക്ഷേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈസി ആയിട്ട് ഊരി വരേണ്ട സാധനം അത്രയും എഫേർട്ട് എടുത്താണ് ഞാൻ ഊരിയെടുത്തത്. ലാസ്റ്റ് ഞാൻ പറ്റുന്നിടത്തോളം കൈകൊണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ പറ്റാതിട്ട് നമ്മളെ ഫേസിൽ നമ്മൾ മേക്കപ്പ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ട് ഉരച്ച് കഴിയേണ്ട അവസ്ഥ വന്നു ഗൈസ്. അത്രയും ഗതികെട്ടൊരു അവസ്ഥ വന്നു. ലാസ്റ്റ് എനിക്ക് ഈ കണ്ണിൻ്റെ ഭാഗത്ത് ആ സംഭവം ഇളക്കം ഒരുപാട് പാടുപെട്ടു. അതിൻ്റെ അവിടെ ഒരു പാട് വരെ എനിക്ക് വന്നു. പക്ഷേ സാധനം ബേസ് നോക്കണമെങ്കിൽ കിടിലം പ്രോഡക്റ്റാണ്. നമുക്ക് ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് പൈസ കളയുന്ന ടൈം കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. നല്ലൊരു ഗ്ലോയും കിട്ടിയിട്ടുണ്ട്. ഫേസിലുണ്ടായിരുന്ന വൃത്തികെട്ട രോമങ്ങളും വൃത്തികെട്ടുള്ള നല്ല രോമങ്ങളും കാര്യങ്ങളൊക്കെ റിമൂവായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഫേസിൽ ഉപയോഗിക്കുന്നത് തെറ്റില്ല. പക്ഷെ നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്നത് ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക്